2026 വേൾഡ് കപ്പിന് വേണ്ടി ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഇത്തവണ കിരീടം നേടാനല്ല, മറിച്ച് തങ്ങളുടെ പക്കലുള്ള കിരീടം നിലനിർത്താനാണ് വരുന്നതെന്ന് പരിശീലകനായ ലയണൽ സ്കലോണി പറഞ്ഞതാണ്. കിരീടം നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം കൂടിയാണ്. ഇത് അർജന്റീനക്ക് സാധിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. നിലവിൽ വേൾഡ് കപ്പിൽ ഒരു വിചിത്ര പാറ്റേൺ ഉണ്ട്. ഒരു ടീം വേൾഡ് കപ്പ് ജയിച്ചാൽ അടുത്ത വേൾഡ് കപ്പിൽ അതേ ടീം പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നത് നാം വീണ്ടും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. 2022 വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ അർജന്റീനയെ ഈ ഗ്രൂപ്പ് സ്റ്റേജ് ശാപം ബാധിക്കുമോ? ഇത് സത്യത്തിൽ ഒരു മിത്തല്ല, ഹിസ്റ്ററി തന്നെയാണ്. 1998 വേൾഡ് കപ്പിൽ സിദാനു കീഴിൽ മിന്നും പ്രകടനം നടത്തി വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ അതേ ഫ്രാൻസ് തന്നെയാണ് 2022 ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായത്. അവർക്കൊരു ഗോൾ പോലും നേടാനാകാതെയാണ് അവർ പുറത്തായത്. ഇതേറെ ഷോക്കിംഗ് ഫാളായിരുന്നു. 2006 ലോകകപ്പിൽ അസുറിപ്പട 4ാം തവണയും ലോക ചാമ്പ്യന്മാരായി. എന്നാൽ 2010 വേൾഡ് കപ്പിൽ ഇറ്റലി ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്താകുന്നതാണ് ഫുട്ബോൾ ലോകം കണ്ടത്. 2010 വേൾഡ് കപ്പിൽ വലിയ പ്രതീക്ഷയായിരുന്നു ഇറ്റലിക്ക് ലോകം നൽകിയത്. പക്ഷേ ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാൻ ഇറ്റലിക്ക് സാധിച്ചില്ല. 2010 വേൾഡ് കപ്പിൽ ടിക്കി ടാക്ക എന്ന മനോഹര കലാരൂപം കൊണ്ട് സ്പെയിൻ ലോകത്ത് ആദ്യമായി അവർ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായി. 2014 വീണ്ടും സ്പെയിൻ തന്നെ ചാമ്പ്യന്മാരാകുമെന്ന് പറഞ്ഞ പലരുമുണ്ടായിരുന്നു. പക്ഷേ 2014 വേൾഡ് കപ്പിൽ അവർക്ക് ഗ്രൂപ്പ് സ്റ്റേജ് പോലും കടക്കാൻ സാധിച്ചില്ല. 2014 ലിയണൽ മെസ്സിയുടെ അർജന്റീനയെ മുട്ടുകുത്തിച്ചുകൊണ്ട് ജർമ്മനി 4ാം തവണയും ലോക ചാമ്പ്യൻ പട്ടം അവരുടെ തോളിലേറ്റി. പക്ഷേ 2018 വേൾഡ് കപ്പിൽ ജർമ്മനിക്കെല്ലാം പിഴച്ചു. അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്താവുകയാണ്, അതും ഗ്രൂപ്പിലെ 4ാം സ്ഥാനക്കാരായി. എന്നാൽ 2018 വേൾഡ് കപ്പിലെ ലോക ജേതാക്കളായ ഫ്രാൻസ് ആകട്ടെ, അവർ തുടർച്ചയായ 2ാം ഫൈനലാണ് 2022 കളിച്ചത്. ഇത് ഫ്രാൻസിന്റെ ഹൈ ക്വാളിറ്റി ഫുട്ബോൾ തന്നെയാണ് എടുത്തു കാണിക്കുന്നത്. ഈ ഒരു അവസ്ഥ അർജന്റീനക്ക് വരുമോ എന്നാണ് പലരും നിരീക്ഷിക്കുന്നത്. ഏതായാലും നമുക്ക് അർജന്റീനക്ക് അവസ്ഥ വരുമോ എന്ന് വിശകലനം ചെയ്യാം. ഈ കണക്കുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും വേൾഡ് കപ്പ് ജയിക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണോ അത് ഡിഫെൻഡ് ചെയ്യുന്നതിനും അതിലും ബുദ്ധിമുട്ടാണെന്ന്. ഇതിലെ പ്രധാനമായ കാരണങ്ങൾ, ഒന്ന്, എതിരാളികൾ ചാമ്പ്യന്മാരാണെന്ന കണക്കുകൂട്ടലിൽ എക്സ്ട്രാ മോട്ടിവേഷൻ എടുത്ത് കളിക്കും. രണ്ടാമത്തത്, വലിയ സ്ട്രാറ്റജി മാറ്റങ്ങളൊന്നും ലോക ചാമ്പ്യന്മാരായ ആ ടീം മാറ്റം വരുത്തിയിട്ടുണ്ടാകില്ല. കാരണം അവർക്ക് തന്നെ ഓവർ കോൺഫിഡൻസ് ആയിരിക്കും, കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരല്ലേ എന്ന്. മാറ്റം വരുത്താത്ത ടാറ്റിക്സ് എതിരാളികൾക്ക് എളുപ്പം മനസ്സിലാകും. ഇനി അർജന്റീനയുടെ കാര്യം എടുത്തു നോക്കാം. 2022 വേൾഡ് കപ്പിൽ ലിയണൽ മെസ്സിയുടെ ചിറകിലേറി അവർ ചരിത്ര വിജയമാണ് നേടിയത്. പക്ഷേ 2026 പോകുമ്പോൾ സിറ്റുവേഷൻ സ്ലൈറ്റ്ലി ഡിഫറൻ്റ് ആണ്. കോർ പ്ലേയേഴ്സായ ചില സൂപ്പർ താരങ്ങൾക്ക്, മെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് ഏജിംഗ് ഫേസിലേക്ക് കടക്കുകയാണ്. 2022 ലിയണൽ മെസ്സിയെ സ്കലോണി ഏൽപ്പിച്ച ദൗത്യം അത് 26 വേൾഡ് കപ്പിൽ ഏൽപ്പിക്കാൻ സാധ്യതയില്ല. കാരണം ഏജിംഗ് തന്നെയാണ്. പല താരങ്ങളുടെയും പരിക്ക്, ഇതും അർജന്റീനക്ക് ചലഞ്ച് തന്നെയാണ്. എന്നാൽ എതിരാളികൾക്കില്ലാത്ത അർജന്റീനക്കുള്ള കാര്യമാണ് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് മാത്രം വിജയിക്കുന്ന ടീമല്ല അർജന്റീന എന്നുള്ളത്. സ്കലോണി പടുത്തുയർത്തിയ ഒരു സ്ട്രോങ് ടീം കെമിസ്ട്രി നിലവിൽ അർജന്റീനക്കൊപ്പമുണ്ട്. 2022 വേൾഡ് കപ്പിലെ പരിശീലകനായ ലയണൽ സ്കലോണി തന്നെയാണ് ഇന്നും ടീമിന്റെ പരിശീലകൻ. സ്കലോണി ബിൽഡ് ചെയ്ത സിസ്റ്റവും ഡിസിപ്ലിനുമായ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് ഇന്നും പോകുന്നത്. കൂടാതെ മിഡ്ഫീൽഡർ മാസ്റ്റർമാരായ എൻസോ ഫെർണാണ്ടസ്, അലക്സ് മാക്കാലിസ്റ്റർ, തിയാഗോ അൽമേഡ എന്നിവരെല്ലാം അവരുടെ പീക്ക് ഏജിലാണ്, ഏറ്റവും നല്ല പ്രായത്തിൽ. അർജന്റീനക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുന്നേറ്റ നിരയിൽ അർജന്റീനക്കായി ഹൂലിയൻ അൽവരസ്, ലൗതാരോ മാർട്ടിനസ്, സിമിയോൺ എന്നിവരെല്ലാം മിന്നും ഫോമിലാണ്. ഇങ്ങനെയൊക്കെ ടീമുണ്ടെങ്കിലും ഹിസ്റ്ററി പറയുന്നത് ചാമ്പ്യൻസ് പട്ടം ഡിഫെൻസ് ചെയ്യാൻ ഏറെ ബുദ്ധിമുട്ടാണെന്നാണ്. ഏതായാലും നിങ്ങളുടെ ആൻസർ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. അർജന്റീന ഇത്തവണ എവിടെ വരെ മുന്നേറും? ലോക ചാമ്പ്യന്മാരാകുമോ? നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം.